ലെയേഴ്സ് ഓഫ് എർത്ത്. ലെയേഴ്സ് ഓഫ് എർത്തിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ആർ ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോർ. ഇത് മനസ്സിലാക്കുവാനായിട്ട് ഒരു പുഴുങ്ങിയ മുട്ട സങ്കല്പിക്കുക. പുഴുങ്ങിയ മുട്ടയുടെ തൊണ്ടാണ് ക്രസ്റ്റ്. ആ തൊണ്ട് കളഞ്ഞാൽ കിട്ടുന്ന വൈറ്റ് എഗ്ഗിന് പറയുന്ന പേരാകുന്നു മാൻഡിൽ. വൈറ്റ് എഗ്ഗിന്റെ ഉള്ളിലായി വരുന്ന മുട്ടയുടെ മഞ്ഞ കുന്നിക്ക് പറയുന്ന പേരാകുന്നു കോർ. ഓക്കെ, ലെയേഴ്സ് ഓഫ് എർത്തിനെ നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം: ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോർ. ഇതിൽ ക്രസ്റ്റിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ആർ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ തിക്നെസ് എന്നത് 30 കിലോമീറ്റർ ടു 70 കിലോമീറ്റർ വരെയും ഓഷ്യാനിക് ക്രസ്റ്റിന്റെ തിക്നെസ് എന്നത് 5 കിലോമീറ്റർ ടു 10 കിലോമീറ്റർ വരെയുമാകുന്നു ഉള്ളത്. കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ സിയാൽ എന്നും ഓഷ്യാനിക് ക്രസ്റ്റിനെ സീമ എന്നും പറയപ്പെടുന്നു. എർത്ത് ലെയേഴ്സിന്റെ മാസിന്റെ 1% മാത്രമാണ് ക്രസ്റ്റിലുള്ളത്. അടുത്തത് നമുക്ക് മാൻഡിൽ എന്താണെന്ന് നോക്കാം. ക്രസ്റ്റിന്റെ അടിയിലായി, ദാറ്റ് ഈസ് ബിലോ ദി ക്രസ്റ്റ് ഫിൽഡ് വിത്ത് ഹോട്ട് റോക്സ്, ദാറ്റ് ഈസ് കോൾഡ് മാൻഡിൽ. എർത്ത് ലെയേഴ്സിന്റെ 70% മാസും അടങ്ങിയിട്ടുള്ളത് മാൻഡിലിൽ ആകുന്നു. മാൻഡിലിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ആർ അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലിക്കൺ കോമ്പൗണ്ട് കൊണ്ട് നിർമ്മിതമായ ഈ ലെയർ സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. ലോവർ മാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പർ മാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ ലെയറിലെ കോമ്പൗണ്ട്സ് സെമി മോൾട്ടൺ സ്റ്റേറ്റിലാണുള്ളത്. സെമി മോൾട്ടൺ സ്റ്റേറ്റ് എന്നാൽ സെമി ലിക്വിഡ് ഓർ സെമി സോളിഡ് സ്റ്റേറ്റിലാണ് ഈ ലോവർ മാൻഡിൽ ഉള്ളത്. അടുത്ത മൂന്നാമത്തെ ലെയറിന്റെ പേരാകുന്നു കോർ. ദാറ്റ് ഈസ് എർത്തിലെ മൂന്നാമത്തെ ലെയറിന്റെ പേരാകുന്നു കോർ. കോറിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. അവയാകുന്നു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഔട്ടർ കോർ മോൾട്ടൺ സ്റ്റേറ്റിലും ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലുമാണുള്ളത്. ഭൂമിയുടെ കോറിനെ നിഫെ എന്നും അറിയപ്പെടുന്നു. ഇതിനൊപ്പം കുറച്ചു കാര്യങ്ങൾ കൂടി പറയാം. എർത്തിന്റെ ക്രസ്റ്റിനെയും അപ്പർ മാൻഡിലിനെയും ചേർത്ത് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ലിത്തോസ്ഫിയറിന് താഴെയായി കാണുന്ന മോൾട്ടൺ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഭാഗത്തെ അസ്റ്റനോസ്ഫിയർ എന്നും അറിയപ്പെടുന്നു. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ലാവയുടെ സോഴ്സ് എന്നത് അസ്റ്റനോസ്ഫിയർ ആകുന്നു. ഇൻ അഡീഷൻ ടു ദാറ്റ്, ഭൂമിയുടെ ക്രസ്റ്റിൽ നിന്നും ഭൂമിയുടെ സെന്ററിലേക്കുള്ള ദൂരം എന്നത് 6371 കിലോമീറ്റർ ആകുന്നു. അതുപോലെ ഭൂമിയുടെ ക്രസ്റ്റിൽ നിന്നും ഭൂമിയുടെ മാൻഡിൽ തീരുന്ന അത്രയും ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്നത് 3000 കിലോമീറ്റർ ആകുന്നു. എർത്ത് ക്രസ്റ്റിന്റെ തിക്നെസ് ആവറേജ് 40 കിലോമീറ്റർ ആകുന്നു.